ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ അതാ തീ കൂട്ടി അരിയൊക്കെ ഇട്ടീനി, അതൊക്കെ വെന്തിക്കണ്. ഈ ചോറ് ഊറ്റട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ. ഇതാ കുറച്ച് ചെറുപയർ വെള്ളത്തിലിട്ടീനി, അത് കറി വെക്കാൻ കഴുകിയിടട്ടെ. ഇപ്പോൾ ചെറുപയർ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കായ് തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും 3-4 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ അതിലൊക്കെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടായിട്ട് വേവിക്കുക. ഈ ചെറുപയറും മൺപയറും പരിപ്പും കടലയൊക്കെ വെക്കുമ്പോൾ ഒരു 3-4 ചോള വെളുത്തുള്ളി ഇട്ടാൽ നല്ലതാണല്ലോ ഗ്യാസിനൊക്കെ. അപ്പോൾ അതാ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം 3-4 അല്ലി ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും എടുത്തിട്ട് തൂമിച്ചെടുക്കാം. പച്ചമുളക് ഇപ്പോൾ ഇടണ്ട, പച്ചമുളക് ചെറുപയറിലിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതാ കുറച്ച് ഇറച്ചി ഉണ്ടായിനി, അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കുക. വെള്ളം ഒഴിക്കേണ്ട, ഇറച്ചി കറിക്കല്ല, ഇറച്ചി ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ വെള്ളം ഒരു തുള്ളി ഒഴിച്ച് കൊടുക്കേണ്ടിയില്ല. അപ്പോൾ ഇറച്ചിയൊക്കെ അതാ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ഇറച്ചി ഇട്ട് കൊടുക്കാം. ഈ ഇറച്ചിൻ്റെ മേലെ കുറച്ച് മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഗരം മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇറച്ചിക്ക് കുരുവളിൻ്റെ പൊടിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ മുളകും പൊടിയാണ് ഇട്ടത്. പിന്നെ ഒരു വെല്ലുള്ളി നന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് നന്നായിട്ട് ഇളക്കി ഫ്രൈ ആക്കി എടുക്കുക. ഈ വീഡിയോ ഒന്ന് എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.